അപ്പോൾ ഞാനിവിടെ നമ്മൾ പ്രീവിയസ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്ന അതേ കമ്പനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പേറോൾ എന്നാണ് കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതോടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കുറച്ച് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു. പേറോളിന് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു. എന്തൊക്കെ മാസ്റ്റേഴ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാസ്റ്റേഴ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഗേറ്റ്വേ ടാലിൽ തന്നെ ഓൾട്ടർ ഓപ്ഷൻ എടുക്കാം. ഇല്ലെങ്കിൽ ഗോ ടു ബട്ടണിനകത്ത് ഓൾട്ടർ മാസ്റ്റർ എടുത്താലും മതി. ഓക്കെ, ഓൾട്ടർ എടുത്തു. എന്നിട്ട് പേറോൾ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് കുറേ മാസ്റ്റേഴ്സ് ഓരോ ഓപ്ഷൻസ് കാണാം അല്ലേ. അപ്പോൾ ഇതിൽ പേ ഹെഡ്സ് വരേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഞാൻ അഡ്മിൻ സെയിൽസ് എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എംപ്ലോയീസ് 3 എംപ്ലോയീസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസിക്കായിട്ട്. ദെൻ അറ്റൻഡൻസ് ടൈപ്പ്, അതായത് ഓവർ ടൈം പ്രസൻറ്റ് എന്ന് പറയുന്ന 2 അറ്റൻഡൻസ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് പേ ഹെഡ്സും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേ ഹെഡ്സ് വരെയുള്ള മാസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സാലറി ഡീറ്റെയിൽസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാലറി ഡീറ്റെയിൽസ് സെറ്റപ്പ് ആണ്. അതായത് ഓരോ എംപ്ലോയിയുടെയും സാലറി ഡീറ്റെയിൽസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് നമ്മുടെ കമ്പനിയിൽ എത്ര എംപ്ലോയീസാണോ ഉള്ളത്, അപ്പോൾ അവർക്ക് ഒരാൾക്കുള്ള പേ ഹെഡ്സ് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും പേ ഹെഡ്സും ഡീറ്റെയിൽസും ബേസിക് സാലറി ഡീറ്റെയിൽസും ഒക്കെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് പാത്ത് എന്ന് പറയുന്ന സെയിം പാത്ത് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഗേറ്റ്വേ ടാലിക്കകത്ത് ഓൾട്ടർ എടുക്കുക. ഓൾട്ടറിനകത്ത് പേറോൾ മാസ്റ്റേഴ്സിനകത്ത് ഡിഫൈൻഡ് സാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡിഫൈൻഡ് സാലറി അതെടുക്കുന്നു. ഓക്കെ, ഡിഫൈൻഡ് സാലറി എടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്കിവിടെ 3 എംപ്ലോയീസ് കാണാം. പ്രശാന്ത്, രാജേഷ്, രോഹൻ എന്ന് പറഞ്ഞു. മറ്റേത് 2 ഗ്രൂപ്പാണ്, അഡ്മിൻ സെയിൽസ്. അപ്പോൾ ഞാൻ ഓരോ എംപ്ലോയി ആയിട്ട് സെലക്ട് ചെയ്ത് സാലറി ഡീറ്റെയിൽസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ പ്രശാന്ത് സെലക്ട് ചെയ്യുന്നു. ഇനി എഫക്റ്റീവ് ഫ്രം ആണ്. അപ്പം ഏതാണോ ഡേറ്റ് അതിനനുസരിച്ച് കൊടുക്കാം. ഞാൻ ആക്ച്വലി നമ്മൾ പേ ഹെഡ് എംപ്ലോയിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 1425 വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1425 ഇവിടെ കൊടുക്കുന്നു. ഇനി പേ ഹെഡ്. അപ്പോൾ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ എംപ്ലോയിക്ക് എന്തൊക്കെ പേ ഹെഡ്സ് ആണോ വരുന്നത് ആ ഓരോ പേ ഹെഡ്സ് ആയിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേസിക് പേ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബേസിക് പേ എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണിക്കാം. ഒരു എമൗണ്ട് കാണിക്കുന്നു. ഇനി നമുക്ക് വേണ്ടുന്ന എല്ലാ പേ ഹെഡ്സും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അടുത്ത് ഞാൻ DA സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ആസ് കമ്പ്യൂട്ടർ, അതായത് ഈ ഒരു ബേസിക് പീനെ ബേസ് ചെയ്തിട്ട് ആസ് കമ്പ്യൂട്ടർ നമ്മൾ ഫോമിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് പേ ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ഈ പേ ഹെഡ്സ് ക്രിയേഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് മുന്നിലത്തെ, അതായത് നമ്മുടെ പേറോളിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് വാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫോമിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് DNS അലവൻസ് അതുപോലെ HRA ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആസ് കമ്പ്യൂട്ടർ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് മാനുവലി എൻട്രി ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ബേസിക് പേ എൻറ്റർ ചെയ്യണം. നേരത്തെ ഞാൻ പറയാം ഹൗസ് റെൻറ്റ് അലവൻസ് ആസ് കമ്പ്യൂട്ടർ വിലയാണ്. ബിക്കോസ് അത് നമ്മൾ സ്പെസിഫിക് ഫോമിലെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കൺവെൻസ് ചാർജസ് കൊടുക്കുന്നു. കൺവെൻസ് വരുമ്പോൾ ഇവിടെ ഫ്ലാറ്റ് റേറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രയാണോ കൺവെൻസ് ചാർജസ് അലൗഡ് അത് നമുക്കിവിടെ കാണിക്കാം. ഞാനൊരു 1000 കാണിക്കുന്നു. ദെൻ ഓവർ ടൈം ഇവിടെ പെർ അവർ എത്രയാണ് നമുക്ക് പേ ചെയ്യുന്നത് ഓവർ ടൈമിന് ആ ഒരു പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് പേ ചെയ്യുന്നത് അത് നമുക്ക് കാണിക്കാം. ഞാൻ ഒരു 200 വെച്ചിട്ടാണ് കാണിക്കുന്നത്. 200 പെർ അവർ എന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്നത് വേരിയബിൾ പേ ആസ് യൂസർ ഡിഫൈൻഡ് ആണ്. അതായത് നമ്മൾ പേറോൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഒരു പേ ഹെഡാണ് വേരിയബിൾ പേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ESI കോൺട്രിബ്യൂഷൻ, PF കോൺട്രിബ്യൂഷൻ ഞാൻ എല്ലാ ഹെഡ്സും തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. പ്രൊഫഷണൽ ടാക്സ് ഇതെല്ലാം തന്നെ ആസ് പെർ സ്പെസിഫിക് ഫോമിലായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്നു, യെസ് കൊടുത്തു. അപ്പോൾ പ്രശാന്തിൻ്റെ സാലറി ഡീറ്റെയിൽസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി 2 എംപ്ലോയീസിൻ്റെ സെറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ രാജേഷിൻ്റെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ സേവ് ചെയ്യാം. രോഹൻ, ഓക്കെ, എല്ലാ പീരിയഡ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യും. അപ്പോൾ 3 പേരുടെയും സാലറി ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അറ്റൻഡൻസ് വൗച്ചർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എസ്കേപ്പ് ചെയ്ത് ഗേറ്റ്വേ ടാലിലോട്ട് വരുവാണ്. ഇതിനകത്ത് വൗച്ചേഴ്സ്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് അറ്റൻഡൻസ് വൗച്ചറാണ്. അതായത് അറ്റൻഡൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എത്ര ദിവസം ആബ്സെൻ്റ് ആയി അല്ലെങ്കിൽ എത്ര ദിവസം പ്രസൻ്റ് ആയി, അത് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ പ്രസൻറ്റ് എന്ന് പറയുന്നൊരു യൂണിറ്റാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാനായിട്ട് വൗച്ചേഴ്സിൽ പോകുന്നു. വൗച്ചേഴ്സിനകത്ത് അതർ വൗച്ചേഴ്സ് F10 പോവുക. അതിനകത്ത് പേറോൾ വൗച്ചേഴ്സിൻ്റെ അണ്ടറിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകിൽ ഓരോ എംപ്ലോയി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ റിയൽ ടൈമിൽ നമുക്ക് കുറേ എംപ്ലോയീസൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടാലി പ്രൈം ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അത് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ബാറിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. Ctrl+F ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത്. അപ്പോൾ ഓട്ടോ ഫില്ല് സെറ്റ് ചെയ്യാം. അതിനകത്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് അറ്റൻഡൻസ് ഓട്ടോ ഫില്ല് കൊടുക്കുക. ദെൻ വൗച്ചർ ഡേറ്റ്, അതായത് എന്നത്തേക്കാണ് നമ്മുടെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നത് മന്ത് എൻഡിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്ന മന്ത് എന്ന് പറയുന്നത് മെയ് മന്താണ്. മെയ് ലാസ്റ്റാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ അറ്റൻഡൻസ് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് മന്തിൻ്റെ എൻഡിലായിരിക്കും. അപ്പോൾ ഞാൻ 31st മെയ് കൊടുക്കുവാണ്. എംപ്ലോയി ഗ്രൂപ്പ് ഇതേതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾ ഐറ്റംസ് കൊടുക്കുവാണ്. ദെൻ പ്രസൻ്റ് ആണോ ഓവർ ടൈം ആണോ, ഞാൻ ആദ്യം പ്രസൻ്റ് ആണ് കൊടുക്കുന്നത്. ഇനി ഡീഫോൾട്ട് വാല്യൂ ടു ഫിൽ ഞാനിവിടെ ഒരു 26 ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഓഫ് അറ്റൻഡൻസിൽ പീരിയഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 26 days ആണ് ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വാല്യൂ ഞാനിവിടെ എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു 26 കൊടുക്കുമ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ടോ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി 26 ആയിരിക്കും അപ്ലൈ ആവുക. ഇനി അത് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയീസിന് ഇപ്പോൾ 26 തന്നെ എല്ലാവരും പ്രസൻ്റ് ആവണമെന്നില്ലല്ലോ അല്ലേ. കൂടുതൽ ഡേയ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ളവരുണ്ടാവാം. അത് നമുക്ക് സെപ്പറേറ്റ്ലി നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 26 കൊടുക്കുന്നു. ദെൻ സോർട്ട് ബൈ എംപ്ലോയി നെയിം തന്നെ കൊടുക്കുകയാണ്. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 3 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 3 പേർക്കും ബൈ ഡിഫോൾട്ട് 26 അപ്ലൈ ആയിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് മാറ്റേണ്ടതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ പ്രശാന്തിനൊരു 25 days ആക്കുന്നു. രാജേഷിനൊരു 24 days ആക്കുന്നു. റോഹനെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അറ്റൻഡൻസിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അറ്റൻഡൻസ് വൗച്ചർ റെഡിയാണ്. ഇനി നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത് ഇപ്പോൾ അറ്റൻഡൻസ് ആണല്ലോ. ഇനി നമുക്ക് എന്തെങ്കിലും ഓവർ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ അറ്റൻഡൻസ് വൗച്ചറിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അഗൈൻ ഞാൻ ഓട്ടോ ഫില്ലിൽ പോകുന്നു. സെയിം അറ്റൻഡൻസ് വൗച്ചറിൽ തന്നെ ഓട്ടോ ഫിൽ എടുക്കുന്നു. അറ്റൻഡൻസ് ഓട്ടോ ഫിൽ, ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ, ദെൻ വൗച്ചർ ഡേറ്റ് സെയിം തന്നെയാണ്. 31st May 25 കൊടുത്തു. എംപ്ലോയി ഗ്രൂപ്പ് ഓൾ ഐറ്റംസ് കൊടുക്കുന്നു. അപ്പോൾ അറ്റൻഡൻസ് ഓഫ് പ്രൊഡക്ഷൻ ടൈപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഓവർ ടൈം ആണ്. ദെൻ ഡീഫോൾട്ട് വാല്യൂ ടു ഫിൽ, എനി വാല്യൂ നമുക്ക് ഫിൽ ചെയ്യാം. ഞാനൊരു 5 hours വെച്ചിട്ട് കൊടുക്കുവാണ്. എംപ്ലോയി നെയിം കൊടുക്കും, സോർട്ട് ബൈ എംപ്ലോയി നെയിം കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും 5 hours വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓർഡേഴ്സ് വേറെ ഏതെങ്കിലും വാല്യൂസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ പ്രശാന്തിന് 5 hours, then ഇവിടെ ഒരു 3 hours, then ഞാനൊരു 0 കൊടുക്കുവാണ്. ഓക്കെ, ഓക്കെ, എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ 2 പേർക്കാണ് ഓവർ ടൈം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അറ്റൻഡൻസ് വൗച്ചേഴ്സ് റെഡി ആയിട്ടുണ്ട്.
ലൈക്ക് നമ്മൾ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്തു, അതുപോലെ തന്നെ ഓവർ ടൈം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പേറോൾ വൗച്ചറാണ്. അതായത് നമുക്ക് ഇനി പേറോൾ പ്രോസസ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതർ വൗച്ചേഴ്സിൽ പോകുന്നു. അവിടെ നിന്ന് പേറോൾ സെലക്ട് ചെയ്യുക. Ctrl+F4 ആണ് എൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത്. സെലക്ട് ചെയ്തു. അക്കൗണ്ട് ഫീൽഡിൽ ഞാനിപ്പോൾ തൽക്കാലം ക്യാഷ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അഗെയിൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ ഫില്ല് തന്നെയാണ്. ഓട്ടോ ഫിൽ എടുക്കുന്നു. പേറോൾ ഓട്ടോ ഫിൽ, ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ പേറോൾ ഓട്ടോ ഫിൽ, പ്രോസസ് ഫോർ. നമ്മളിപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നത് സാലറിയാണ്. സാലറി പ്രോസസ്സ് ചെയ്തു. ദെൻ ഫ്രം ടൂവിൽ നമ്മുടെ ഡേറ്റ്, അതായത് ഞാനിപ്പോൾ മെയ് മന്തിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ മെയ് മന്തിൻ്റെ ഫ്രം ടു ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എംപ്ലോയി ഗ്രൂപ്പ് ഓൾ ഐറ്റംസ് തന്നെ കൊടുക്കുവാണ്. സോർട്ട് ബൈ എംപ്ലോയിനെ. ഇനി പേറോൾ ഓർ ബാങ്ക് ഓർ ക്യാഷ് ലെജർ ഫീൽഡിൽ നമുക്ക് ക്യാഷോ ബാങ്ക് അല്ലെങ്കിൽ നമുക്ക് സാലറി പേയബിൾ എന്ന് പറയുന്ന അക്കൗണ്ട് കൂടെ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഡയറക്റ്റ്ലി അത് റെക്കോർഡ് ചെയ്യുന്ന സാലറി പേയബിൾ എന്ന് പറയുന്ന ലെജറിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലൈക്ക് ഒരു ഡ്യൂ ട്രാൻസാക്ഷൻ ആയിട്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ക്രിയേറ്റിൽ പോകുന്നു. സാലറി പേയബിൾ എന്ന് പറയുന്ന ഒരു പേ ഹെഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാലറി പേയബിൾ, പേ ഹെഡ് ടൈപ്പ് വന്നിട്ട് നോട്ട് ആപ്ലിക്കബിൾ ആക്കുക. പേറോൾ ടൈപ്പ് നോട്ട് ആപ്ലിക്കബിൾ, പേ ഹെഡ് ടൈപ്പ് നോട്ട് ആപ്ലിക്കബിൾ, അണ്ടർ കറന്റ് ലയബിലിറ്റീസ് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ഡീറ്റെയിൽ സാലറി പേയബിൾ എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് അതിപ്പോൾ മാറിയിട്ട് സാലറി പേയബിളിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ, പ്രസാദിൻ്റെ ഡീറ്റെയിൽസ്, രാജേഷിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓരോന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കാൽക്കുലേഷനിലൊക്കെ കറക്റ്റായിട്ട് സെറ്റാക്കി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേറോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സേവ് ചെയ്യുവാണ്. അപ്പോൾ നറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് മാസത്തെ ആണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. സേവ് ചെയ്തു. Ctrl A കൊടുത്തിട്ട് സേവ് ചെയ്തു. നമുക്കൊന്ന് റിപ്പോർട്ട്സ് പോകാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എസ്കേപ്പ് ചെയ്ത് ഗേറ്റ്വേ ടാലിയിൽ വരുവാണ്. ഇവിടെ നിന്നുകൊണ്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോവാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്, ഇതിനകത്ത് പേറോൾ റിപ്പോർട്ട്സ് എടുക്കുന്നു. ഇതിനകത്ത് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു പേ സ്ലിപ്പ് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പേറോൾ റിപ്പോർട്ട്സിനകത്ത് പേ സ്ലിപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓൾ ഐറ്റംസ് അല്ലെങ്കിൽ ഒരു 1 by 1 ആയിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരാളുടെ അത് എടുക്കുവാണ്, പ്രസാദിൻ്റെ മാത്രമായിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പേ സ്ലിപ്പ് വരുന്നത്. അപ്പോൾ പേ സ്ലിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഏർണിങ്സിൽ, അതായത് എന്തൊക്കെയാണ് അഡീഷൻസ്, അതാണ് ഏർണിങ്സ്. ഏർണിങ്സിൽ നമുക്ക് ബേസിക് പേ ഉണ്ട്, DA, HRA, കൺവെൻസ്, OT, ഓവർ ടൈം ഉണ്ട്, വേരിയബിൾ പേ ഉണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡിഡക്ഷൻസിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, ESI, EPF, പ്രൊഫഷണൽ ടാക്സ്, ഇതെല്ലാം ഡിഡക്ഷൻസ് ആണ്. അത് മുഴുവൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ അതുപോലെ തന്നെ ഇവിടെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പ്രസൻറ്റ്, ഓവർ ടൈം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻസ് എത്രയാണ്, ഗ്രോസ് സാലറി എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് പി അടിക്കുക, ഇല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ടോപ്പിലുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് കറണ്ട് സെലക്ട് ചെയ്യുക, Ctrl+P. അപ്പോൾ ഇവിടെ ഞാൻ പ്രിവ്യൂ ആണ് ചെയ്ത് കാണിക്കുന്നത്. പ്രിവ്യൂ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പേ സ്ലിപ്പിൻ്റെ ഒരു ഫോർമാറ്റ് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഒന്ന് സൂം ചെയ്ത് കാണിക്കുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പേ സ്ലിപ്പ് വരുന്നത്. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. തിരിച്ച് ഞാൻ എസ്കേപ്പ് ചെയ്ത് ബാക്കിലോട്ട് വരുവാണ്. ഞാൻ നമുക്ക് പേറോൾ റിപ്പോർട്ട്സിൽ പേ ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റ് ഫോർമാറ്റിൽ നമുക്ക് എല്ലാവരുടെയും ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് കാണാം. ഓരോരുത്തരുടെയും സാലറി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഇത് ടോട്ടൽ ഏർണിങ്സ് ആണ്, പിന്നെ വരുന്നത് ഡിഡക്ഷൻസ് ആണ്. ഇത്ര ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി അറ്റൻഡൻസ് ഷീറ്റ് കാണണമെങ്കിലോ ജസ്റ്റ് അറ്റൻഡൻസ് ഷീറ്റ് എടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ അറ്റൻഡൻസ് നമുക്കിവിടെ കാണാം. ഓവർ ടൈം ഉണ്ടെങ്കിൽ ഓവർ ടൈം, പ്രസൻറ്റ് എത്ര ദിവസം പ്രസൻറ്റ് ആയിട്ടുണ്ട്, ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. പല രീതിയിലുള്ള റിപ്പോർട്ട്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്, പേറോൾ റിലേറ്റ് ചെയ്ത് വരുന്ന റിപ്പോർട്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാലി പ്രൈമിൽ പേറോൾ ആക്സസ് ചെയ്യുന്നത്, പേറോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.